ശ്രീ കെ എൻ രാഘവൻ സാർ, ഇപ്പോൾ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അതായത് ആ, ഒരു യുദ്ധം, അതായത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള യുദ്ധം വർഷങ്ങളായി തുടങ്ങിയിട്ട് ഇതുവരെ തീർന്നിട്ടില്ല. അത് കഴിഞ്ഞപ്പോൾ പശ്ചിമേഷ്യ അടുത്ത യുദ്ധം, അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ, അതും പെട്ടെന്ന് തീരുമെന്നൊക്കെ വിചാരിക്കുന്നെങ്കിലും അമേരിക്ക കരുതിയെങ്കിലും അങ്ങനെ ഒന്നും സംഭവിച്ചില്ല. അപ്പോൾ ഇതൊക്കെ നടക്കുന്നതിനിടയിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ, സൗദി, തുർക്കി മെക്ക പാക്ട് അത് സംഭവിച്ചിരിക്കുന്നത്. അത് പറയുമ്പോൾ അവർ പറയുന്നത് അത് ആർക്കുമെതിരെയുള്ള ഒരു സംഗതിയൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു പ്രതിരോധം എന്നുള്ള പേരിൽ മാത്രമാണ്, ഏതെങ്കിലും രാഷ്ട്രത്തെ ഉദ്ദേശിച്ചല്ല എന്നാണ് പറയുന്നത്. എന്നാൽ തുർക്കി അവരുടെ അവരുടെ കച്ചവടം അവിടെ ഒരു ഘടകമാണ്. സൗദിക്ക് പണമുണ്ട്, പക്ഷേ ഡിഫൻസ് വളരെ മോശമാണ്. അപ്പം പാകിസ്ഥാന് യുദ്ധം ചെയ്ത് പരിചയമുള്ള പട്ടാളവും സംവിധാനങ്ങളും ഉണ്ട്, അതും സത്യമാണ്. അപ്പോൾ എന്താണ് ഇവരിങ്ങനെ ഒരുമിക്കാനുള്ളൊരു കാരണം എന്തായിരുന്നു? ഇത് വളരെ രസകരമായൊരു ഡെവലപ്മെൻറ്റാണ്. കാരണം ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 2023 ആണ് പശ്ചിമേഷ്യയിൽ ഇപ്പോൾ ഈ കുഴപ്പങ്ങൾ തുടങ്ങുന്നത്. അതായത് ഹമാസിൻ്റെ ഇസ്രായേലിന് നേരെയുള്ള ആ ഒരു ആക്രമണം, അതിനുശേഷം ഉണ്ടാകുന്ന നിരന്തരമുള്ള യുദ്ധവും, ഇടയ്ക്ക് കുറച്ച് ഏറ്റക്കുറച്ചിലുണ്ടായാലും ആ ഒരു സംഘർഷാവസ്ഥ ഇന്നും നിലനിൽക്കുന്നു. അതിനിടയിലാണ് അമേരിക്ക വന്ന് ഇറാനുമായിട്ടുള്ള യുദ്ധം തുടങ്ങുന്നത്. അതിനിടയ്ക്ക് ഇസ്രായേലും ഇറാനും തമ്മിലുള്ളൊരു യുദ്ധം അമേരിക്ക ഇടപെട്ട് അവസാനിപ്പിച്ചു എന്ന് ട്രംപ് വാദിക്കുന്നുവെങ്കിലും, അപ്പോൾ ഇതെല്ലാം കാരണം ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ, ഈ ലോകത്ത് പല ഭാഗത്തും സുരക്ഷ ഉറപ്പാക്കിയിരുന്നൊരു ഘടകം അമേരിക്കയാണ്. നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. യൂറോപ്പിലെ നാറ്റോൻ്റെ ഒരു തലതൊട്ടപ്പനായിട്ട് അമേരിക്ക ഇരുന്നിരുന്നുകൊണ്ടാണ് ആ രാഷ്ട്രങ്ങൾക്കെതിരെ എന്ത് ആക്രമണം വന്നു കഴിഞ്ഞാലും ഞങ്ങളതിനെ സംരക്ഷിക്കാമെന്നുള്ളൊരു ഉറപ്പ് അമേരിക്കയുടെ ഭാഗത്തുനിന്നായിരുന്നു. ഒരു വലിയൊരു അളവ് വരെ അത് കാരണം വലിയ യുദ്ധങ്ങളൊന്നും ഉണ്ടാകുകയും ചെയ്യില്ല. ചെറിയ യുദ്ധങ്ങൾ അവിടെ ഇവിടെയും പൊട്ടിപ്പുറപ്പെട്ടു. പക്ഷേ ഒരു യൂറോപ്പിനെ മുഴുവൻ ബാധിക്കുന്ന രീതിയിലുള്ളൊരു വലിയ യുദ്ധം ഉണ്ടായില്ല. മിഡിൽ ഈസ്റ്റിലും അങ്ങനെ ഒരു ഗ്യാരണ്ടി ഉണ്ടായിരുന്നു. കാരണം അമേരിക്കയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഇസ്രായേലാണ്, അത്രയും തന്നെ പ്രിയമുണ്ട് സൗദിയോടും. ബാക്കിയുള്ളവരോട് അധികം ഇഷ്ടം ഒന്നുമില്ലെങ്കിൽ പോലും പലയിടത്തും മിലിറ്ററി ബേസസ് ഉണ്ട്. ഇറാനോട് മാത്രമേ ഒരു വൈരാഗ്യം വന്നുള്ളൂ. അതും ഇറാൻ ഒരു കാലത്ത് അമേരിക്കയുടെ വലിയ സുഹൃത്തായിരുന്നു, ഷാ ഉള്ള കാലത്ത്. ആ ഭരണകൂടം മാറി ഖൊമൈനിയും ഈ മേലധ്യക്ഷന്മാരും വന്നു കഴിഞ്ഞപ്പോൾ തൊട്ടാണ് ആ ഒരു ബന്ധത്തിൽ വിള്ളൽ വീഴുകയും ഇങ്ങനെ ഉണ്ടാവുകയും ചെയ്തത്. അമേരിക്ക ഈ മിഡിൽ ഈസ്റ്റിനെ കാണുന്നത് ഓയിൽ, അതാണ് അവരുടെ ഏറ്റവും വലിയ സമ്പത്ത്, അവർക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു ഘടകം അതാണ്. അതിനൊരു സുരക്ഷ ഒഴുക്കാൻ വേണ്ടി അവർ മിലിറ്ററി ബേസും എല്ലാം ഉണ്ടാക്കിയിരുന്നു. ഈ അമേരിക്ക ഇപ്പോൾ ഉണ്ടാവുന്നതെന്ന് വെച്ചാൽ, അമേരിക്ക ഇത് സുരക്ഷ ഓഫർ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം വരുന്നു. ഇപ്പോൾ യുദ്ധത്തിൻ്റെ കാര്യം തന്നെ നോക്കുക. ഇറാനിലെ യുദ്ധം അമേരിക്ക ബോംബിട്ട് ഇറാൻ ചെയ്തത് എന്താണ്? അമേരിക്കൻ ബേസസിനെ അറ്റാക്ക് ചെയ്തത്. അപ്പോൾ അമേരിക്ക സുരക്ഷയ്ക്ക് വെച്ചിരുന്ന സാധനങ്ങൾ മുഴുവനാണ് അവർക്ക് തന്നെ വിനയായിട്ട് വരുന്നൊരു സ്ഥിതിവിശേഷമാണ് വന്നത്. അതിലേറ്റവും അധികം ബാധിച്ചൊരു രാഷ്ട്രമാണ് സൗദി അറേബ്യ. ഈ സൗദി അറേബ്യയും പാകിസ്ഥാനും തമ്മിൽ 2025 കരാർ വന്നിരുന്നു. അപ്പോൾ അത് അന്ന് പെട്ടെന്നൊരു എന്തുകൊണ്ടെന്നുള്ളൊരു ചോദ്യം വന്നിരുന്നു. അപ്പോൾ അതിന് തൊട്ട് മുമ്പാണ് ഇസ്രായേൽ ഖത്തറിൽ ഒരു ആക്രമണം നടത്തിയത്. അത് ഹമാസിൻ്റെ നേതാക്കൾ അവിടെ ഉണ്ടെന്നുള്ളൊരു സംശയത്തിലാണ് നടത്തിയത്. പക്ഷേ സാധാരണ ഇതുപോലൊരു ആക്രമണത്തിന് പാലിക്കേണ്ട സാമാന്യ മര്യാദകളൊന്നും പാലിച്ചിരുന്നില്ല. ഇതിനെപ്പറ്റി അമേരിക്കയ്ക്ക് അറിയായിരുന്നു. എന്നിട്ട് അമേരിക്കയും ഖത്തറും തമ്മിൽ നല്ല ബന്ധമുണ്ട്, എന്നിട്ട് അമേരിക്ക അറിയിക്കാൻ പോയില്ല. അപ്പോൾ ഇതിലെല്ലാം അമേരിക്കയുടെ താല്പര്യങ്ങൾ, അല്ലെങ്കിൽ ഈ ട്രംപ് ഭരണകൂടത്തിൻ്റെ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഇതിൽ അവർ ബാക്കി കാര്യങ്ങൾ നോക്കിക്കാണുന്നത് ഇതിനു മുമ്പുള്ള ഭരണകൂടങ്ങൾ കണ്ട രീതിയിലല്ല. അപ്പോൾ ഭാവിയിൽ ഇങ്ങനെ ആയിരിക്കാം എന്നുള്ളൊരു ആശങ്ക വന്നിരുന്നു. അതുകൊണ്ടായിരിക്കും ആ സമയത്ത് സൗദിയും പാകിസ്ഥാനും തമ്മിൽ അടുത്ത് ഇപ്പോൾ ആ അലയൻസിലേക്ക് തുർക്കി കൂടി വന്നിരിക്കുന്നു. ഇവർക്ക് 3 പേർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മാറ്റി നിർത്തിയാൽ തന്നെ ഒരു POKയിൽ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അവർക്ക് ആകെ പറയാവുന്ന എന്താണ്? പട്ടാളം ഭരിക്കുന്നൊരു രാജ്യം, അല്ലെങ്കിൽ പട്ടാളത്തിന് വേണ്ടി ഉണ്ടാക്കിയൊരു രാജ്യം. 2, ന്യൂക്ലിയർ പവറാണ്. അപ്പോൾ ലോകത്തിലെ ഏക ഒരു മുസ്ലിം ന്യൂക്ലിയർ പവർ എന്ന് പറയാവുന്ന പാകിസ്ഥാനാണ്, വേറെ ആരുമല്ല. അതിൻ്റെ ഒരു ഹുങ്ക അല്ലെങ്കിൽ ഒരു USP അവർക്കുണ്ട്. സൗദിയെ സംബന്ധിച്ചിടത്തോളം സൗദിയാണ് ഈ യുദ്ധത്തിൽ ഏറ്റവും അധികം വലിയ നഷ്ടങ്ങൾ സംഭവിക്കുന്നത്. ഒരു സൈഡിൽ ഇറാൻ, മറ്റേ സൈഡിൽ ഇസ്രായേൽ. അമേരിക്കയുടെ പിന്തുണ കിട്ടുന്നില്ല. സൗദിക്കുള്ളത് എന്താണ്? എണ്ണ ധാരാളമുണ്ട്, പൈസ ധാരാളമുണ്ട്, പക്ഷേ പിടിച്ചു വെക്കാൻ പറ്റിയൊരു പട്ടാളമില്ല. ഇറാൻ ഹൂത്തികൾ വഴി സൗദിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇസ്രായേലുമായിട്ട് നല്ല ബന്ധത്തിലല്ല. അമേരിക്കയും സൗദിയും തമ്മിൽ കുറച്ച് നാൾ മുമ്പ് ഒരു ട്രംപും MBSും കൂടി വൈറ്റ് ഹൗസിൽ വെച്ച് കണ്ട ഒരു ന്യൂക്ലിയർ പവർ പ്ലാന്റ് പണിയെന്ന് പറഞ്ഞു. പക്ഷെ അത് കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞെന്നാൽ നിങ്ങൾ എബ്രാംസ് അക്കോർഡിൽ ഒപ്പിടരുന്ന്. അപ്പോൾ അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പണ്ട് കിട്ടിയിരുന്ന പിന്തുണ സൗദിക്ക് കിട്ടുന്നില്ല. എണ്ണ വേണം, അതിനുള്ള കച്ചവടമെല്ലാം നടക്കും, പക്ഷേ ഒരു സ്ട്രാറ്റജിക് ടാക്ടിക്കൽ ഏരിയയിൽ ആ പിന്തുണ കിട്ടില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളത്. 3, തുർക്കി എർദോഗാൻ ഭരണത്തിൽ വന്നതിന് ശേഷം വളരെ ഇസ്ലാമവൽക്കരണം നടന്നുകൊണ്ടിരിക്കുന്നൊരു രാജ്യമാണ്.
അപ്പോൾ അദ്ദേഹത്തിന് പഴയ ഒട്ടോമൻ ചക്രവർത്തിമാരുടെ പ്രതാപകാലത്ത് പുട്ടിന് സാർ ചക്രവർത്തിമാരുടെ പ്രതാപകാലത്ത് പോകണമെന്ന് പറയുന്നത് ഇദ്ദേഹത്തിന് അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹവും അഭിലാഷവും എല്ലാം. അതിനുവേണ്ടി എതിരാളികളൊക്കെ അടിച്ചമർത്തിയ ഒരു ഭരണമാണ് അദ്ദേഹം നടത്തുന്നത്. അപ്പോൾ ഈ ഒരു ഇതിൽ മുസ്ലിം രാജ്യങ്ങളുടെ നേതൃസ്ഥാനത്തേക്ക് വരണമെന്ന് അദ്ദേഹത്തിന് അതിയായ ആഗ്രഹമുണ്ട്. അതൊരു കാരണം. 2, തുർക്കിയെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ ഒരു പ്രശ്നമാണ്, പണപ്പെരുപ്പ് ഒരു പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് സാമ്പത്തിക പ്രശ്നമുണ്ട്. 3, തുർക്കി ആ ഏരിയയിൽ നമ്മൾ അറിയാത്തൊരു വസ്തുതയാണ് കാര്യമായിട്ട് വളരെ മിലിറ്ററിലി ഓവർ എക്സ്റ്റെൻഡഡ് ആണ്. തുർക്കിയുടെ പട്ടാളം എവിടെയൊക്കെയുണ്ട്? സിറിയയിൽ ഈ ആസാദ് ഭരണകൂടത്തിനെ പുറത്താക്കി കഴിഞ്ഞു വന്ന അൽഷറ ഭരണകൂടത്തിന് വലിയ പിന്തുണ കൊടുക്കുന്നുണ്ട്. ഇറാഖിൻ്റെ ഉള്ളിൽ തുർക്കിയുടെ പോസ്റ്റുണ്ട്. കുർദുകളെ അവർ നേരിടുന്നുണ്ട്. ലിബിയയിലുള്ളവർ പട്ടാളത്തിനെ വെച്ചിട്ടുണ്ട്. സൊമാലിയയിലുണ്ട്, സൈപ്രസിലുണ്ട്. അപ്പോൾ ആ മേഖലയിൽ പലയിടത്തും തുർക്കിയുടെ പട്ടാളമുണ്ട്. അപ്പോൾ അവർക്കൊരു നല്ലൊരു നേരത്തെ പറഞ്ഞൊരു സൈനിക വ്യവസായ കോംപ്ലക്സ് ഉണ്ട്. ഡ്രോണിൻ്റെ സാങ്കേതിക വിദ്യയിലൊക്കെ അവർ വളർന്നിട്ടുണ്ട്. അപ്പോൾ ഇവർക്ക് 3 പേർക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്, അവരുടേതായിട്ടുള്ള ആവശ്യങ്ങളുണ്ട്. അങ്ങനെയാണ് ഇവർ 3 പേരും വന്നതെന്ന് നോക്കുവാണെങ്കിൽ കരുതാം. പിന്നെ വേറൊരു രീതിയിൽ ഒരാൾ പറഞ്ഞാൽ വേണമെങ്കിൽ ഒരു 3 സുന്നി മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇതൊരു നാറ്റോ തരത്തിലുള്ളൊരു സൈന്യ സഖ്യമുള്ള സാധ്യത കുറവാണ്. പാകിസ്ഥാനും സൗദിയും തമ്മിൽ കഴിഞ്ഞ വർഷം കരാർ ഒപ്പിട്ട് കഴിഞ്ഞ് സൗദിക്കെതിരെ ഹൂത്തികൾ പടയൊരുക്കം നടത്തുന്നുണ്ട്. പാകിസ്ഥാൻ അടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അഫ്ഗാൻ ബൗണ്ടറിയിൽ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധം നടക്കുന്നുണ്ട്. സൗദി അടങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പോൾ നാറ്റോൻ്റെ ഒരു കെട്ടുറപ്പും അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ളൊരു പ്രതിബദ്ധതയും ഇതുവരെ ഈ കരാറുകൾ കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഒരു നേരത്തെ പറഞ്ഞ പോലെ ആ മേഖലയിലെ രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ, അമേരിക്ക ഇല്ലാത്ത മുസ്ലിം രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മയുടെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം.